വി രാജേഷിന്റെ ഇംഗ്ലീഷിലെ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനവുമായി ബന്ധപ്പെട്ട് BJPയുടെ ഒരു പൊതുപരിപാടിയിൽ വി രാജേഷ്, അതായത് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ നടത്തിയ ഒരു പ്രസംഗം നമുക്ക് കേട്ടിട്ട് വരാം. My dear friends and leaders, first of all I would like to express my sincere thanks to Honorable Prime Minister Narendra Modi and the BJP state and the central team for giving me an opportunity to serve as the mayor in the city in the coming years. Dear Modi, during the election campaigning, our slogan was Vikasit Bharatam. The developmental activities which is going on in our country for the last 11 years, under your effective and able leadership motivated us to raise the slogans, and the people of Trivandrum totally accepted, and this is behind the reason for this glorious victory. I would like to mention you an important thing that during the election campaigning from various parts, especially from our media friends, repeatedly asked not to the leaders, to the workers also, is it possible to be here Narendra Modi within 45 days after the poll. I am very proudly say that, media friends, here is our Prime Minister, Honorable Narendra Modi, is to bless this city. വി രാജേഷ് എന്തിനാണ് കേരളത്തിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് എന്ന് ചോദിക്കുന്നവരോട്, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസംഗമല്ല. ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആ സ്റ്റേജിൽ പ്രധാനമന്ത്രി അടങ്ങുന്ന വലിയ പ്രമുഖർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാവണം, അവർക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവർക്ക് വേണ്ടിയാണ് 2 മിനിറ്റ് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത്. അതിനുശേഷം ഈ കളിയാക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഒക്കെ ഒരു മറുപടിയായിട്ട് മലയാളത്തിൽ നല്ലൊരു പ്രസംഗം അയാൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങളും തിരുവനന്തപുരത്തെ സാധ്യതകളും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു രൂപരേഖ, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം സമർപ്പിക്കുമെന്ന്. 15 ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു രൂപരേഖ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പൂർണ്ണമല്ല. ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നിർദ്ദേശിച്ചതനുസരിച്ച് വ്യത്യസ്തമായ കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി തിരുവനന്തപുരം 2030 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 3 പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, യാതൊരു സംശയവും വേണ്ട. 2030 ആകുമ്പോഴേക്കും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് 5 വർഷം ഇനി വികസനങ്ങളുടെ ഘോഷയാത്ര ആയിരിക്കും എന്ന് തന്നെയാണ് ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. കാരണം BJPക്ക് കിട്ടിയ ഒരു അവസരമാണ് തിരുവനന്തപുരം നഗരസഭ. ആ നഗരസഭയിൽ അവർക്ക് കിട്ടിയ ഈ അവസരം അവരത് മാക്സിമം ചെയ്യാനുള്ള എല്ലാ വികസനങ്ങളും ചെയ്യും. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, ഈ സമയം നിങ്ങൾ എഴുതി വെച്ചോളൂ. അടുത്ത 5 വർഷത്തിന് ശേഷം തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ള വികസനം എന്ന് പറയുന്നത് കേരളത്തിനൊരു മാതൃകയായിരിക്കും. കേരളത്തിലെ മറ്റ് നഗരസഭകൾക്കും കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വികസനമായിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്നത്. അത് കാരണം വേറൊന്നുമല്ല, BJPയുടെ പ്രസ്റ്റീജാണ് കേരളം. കേരളത്തിൽ ഇനിയും നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കുക, കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് തന്നെയാണ്. അതിനുവേണ്ടി അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ വികസനങ്ങളും അവർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എനിക്കും മനസ്സിലായത് ആ കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, കാണാതെ പഠിച്ചാണെങ്കിലും എഴുതി പഠിച്ചാണെങ്കിലും ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം നടത്താൻ നിങ്ങളുടെ നേതാക്കന്മാർക്കും കഴിയുമായിരുന്നല്ലോ. നാളിതുവരെ അത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അയാൾ ഹീറോ തന്നെയാണ്. അയാളത് കാണാതെ പഠിച്ച് പറഞ്ഞാണെങ്കിലും എഴുതി പഠിച്ച് പറഞ്ഞാണെങ്കിലും അത്രയും പേരിരിക്കുന്ന സ്റ്റേജിൽ, അത്രയും പ്രമുഖരിരിക്കുന്ന സ്റ്റേജിൽ, പ്രധാനമന്ത്രി അടക്കം ഇരിക്കുന്ന സ്റ്റേജിൽ 2 മിനിറ്റ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞത് അയാളുടെ ആംബിയർ തന്നെയാണ്. അതിനെ നമ്മൾ അംഗീകരിച്ചേ കഴിയത്തുള്ളൂ.